നമസ്കാരം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തോളം കഷ്ടപ്പെട്ട മറ്റൊരു ജീവിതം നമ്മുടെ സമൂഹത്തിൽ വേറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ജീവിക്കുന്നത് കടലിനോട് ചേർന്നാണ്. കടലിൻ്റെതായ അസ്വസ്ഥതകളും അസൗകര്യങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മഴ പെയ്യുമ്പോൾ അവരുടെ ഹൃദയം പിടിക്കും. കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ട് അവരുടെ വീടുകൾ ഒലിച്ചു പോകും. അതിനേക്കാൾ കഷ്ടം ഈ മത്സ്യത്തൊഴിലാളികൾ ഈ കടൽക്ഷോഭത്തോട് എതിരിട്ട് വേണം കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവന്ന് കുടുംബം നടത്താൻ. കടലിൽ ഇറങ്ങരുത്, മീൻ പിടിക്കരുത് എന്നൊക്കെ സർക്കാർ പറഞ്ഞ് കൈയൊഴിയുമെങ്കിലും വീടുകളിൽ പട്ടിണിയാവാതിരിക്കണമെങ്കിൽ അവർക്ക് പോകണം. മാത്രമല്ല, പലപ്പോഴും കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വരുമ്പോൾ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലാവും. അതുകൊണ്ട് തന്നെ കടലിനോട് മല്ലിട്ടുള്ള ഇവരുടെ ജീവിതം കഠിനമാണ്. കടൽക്ഷോഭത്തിൽപ്പെട്ട് എത്രയോ കാലങ്ങളായി മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം പോലും കടലും മത്സ്യത്തൊഴിലാളികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ നേർസാക്ഷ്യങ്ങളാണ്. ഈ ദുരന്തത്തിൻ്റെ മൂർച്ച കൂട്ടാനാണ് ഭരണാധികാരികൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അവർ കടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ ഗൗനിക്കത്തേയില്ല. വിഴിഞ്ഞം പദ്ധതി നാടിൻ്റെ അഭിമാനമാണ്, വികസനത്തിൻ്റെ മൂല കാരണമാണ്. അതിൻ്റെ ഭാഗമായി പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ കടൽ തീരത്തെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കും. ഏതു തരത്തിൽ ബാധിക്കും, അത് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുന്നത്. മുതലപ്പൊഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 70 പേർ കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ആ കണക്ക് വ്യാജമാണ്, അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകൾ മരിച്ചിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട് എന്ന്. ഈ അമിതമായ മരണകാരണം കടലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം ഈ നാട് ഭരിച്ച പിണറായി വിജയനും ഇടതു സർക്കാരിനും. ഇപ്പോഴിതാ ഈ പ്രളയകാലത്തും മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നു, പലരെയും കാണാതെ പോകുന്നു. അങ്ങനെ കാണാതെ പോയ ഒരു ജോണിൻ്റെ മക്കൾ സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നു. ജോണിൻ്റെ മകൾ ജിജിയുടെ വൈകാരികമായ ഇടപെടലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ജിജി കൃത്യമായി തൻ്റെ ഇടതു രാഷ്ട്രീയം പ്രയോഗിക്കുന്നു എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം 2 മാസം മാത്രം ചുമതലയേറ്റ VD സതീശൻ സർക്കാരല്ല. നേരെ മറിച്ച് കഴിഞ്ഞ 10 വർഷം ഈ നാട് ഭരിച്ചിട്ട് വേണ്ടത് ചെയ്യാതിരുന്ന പിണറായി വിജയനാണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. എന്നാൽ ഇതിനെ അതിവൈകാരികമായി എടുത്ത് സർക്കാരിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി ജിജി മാറ്റിയെടുക്കുന്നു എന്ന് അവരുടെ പ്രസ്താവന കാണുമ്പോൾ സംശയം തോന്നുന്നത് എനിക്ക് മാത്രമാവില്ല. കാണാതെ പോയ പിതാവിനെ തിരിച്ചു കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യം സർക്കാരിനെ മുൾമുനയിൽ നിർത്തുക എന്ന നിലയിലേക്ക് ജിജി മാറുമ്പോൾ ആ ലക്ഷ്യത്തെ ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? പ്രത്യേകിച്ച് ജിജി ഉപയോഗിക്കുന്ന ഭാഷ, അതിവൈകാരിക പ്രകടനത്തിലെ സർക്കാരിനോടുള്ള വിരോധം. അതേസമയം കടലോരത്തെ നാശത്തിലേക്ക് തള്ളിവിട്ട പിണറായിയുടെ കൂട്ടാളികളും ജിജിയെ കാണാൻ വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നു. VD സതീശനെയും CP ജോണിനെയും ഷിബു ബേബി ജോണിനെയും ഒക്കെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ച വെല്ലുവിളിച്ച ജിജി കൂടുതൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ട പിണറായിയെയും ശിവൻകുട്ടിയെയും റഹീമിനെയും വി ജോയിയെയും ഒക്കെ കാണുമ്പോൾ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നവരെ നമുക്കങ്ങനെ കുറ്റം പറയാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ജിജി നടത്തിയ ചില പ്രസ്താവനകൾ കേൾക്കുക. കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ മാപ്പ് പറയാൻ, നിങ്ങൾ ഏത് പത്രസമ്മേളനത്തിൽ വെച്ചാണോ നിങ്ങൾ ആക്ഷേപിച്ചത് അത് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ? എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിന്റെ മുമ്പിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നും ഇന്നലെയും ഓരോ ഹെലികോപ്റ്റർ ഇറക്കി. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അങ്ങനെ പറയണം, വ്യക്തമായിട്ട് പറയണം. ഈ ഷിപ്പുകളൊക്കെ ഇറക്കി എന്ന് പറയുന്നല്ലോ. എത്ര ഷിപ്പുകൾ ഇറക്കി? ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ആ AD വിളിച്ച് തിരക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസും ഇയാൾ പറയുന്ന ഡീറ്റെയിൽസും തമ്മിൽ അന്തരമുണ്ട്. അത് പറയേണ്ട കാര്യമല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ
ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യക്തവും ഒരു ഫ്യൂച്ചറിൽ അതെങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയേണ്ടവർ അത് പറയുന്നില്ല. അതിനുള്ള കാര്യങ്ങൾ അത് അവരെന്താണെന്ന് വെച്ചാൽ അവരത് തീരുമാനിക്കണം. ഇനി പറയുമ്പോഴെങ്കിലും, ഇനി പരാമർശങ്ങൾ നടത്തുമ്പോഴെങ്കിലും ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അവരെ അടിച്ചമർത്തുന്ന രീതിയിലോ ആകരുത്. അവരുടെയും കൂടെ വോട്ടാണ് നിങ്ങളുടെ കസേരകൾ എന്ന് മറക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തൻ്റെ പിതാവ് കടലിൽ കാണാതെ പോയിരിക്കുന്നു, എവിടെയെന്ന് അന്വേഷിച്ച് വേദനിക്കുന്നതും അതിന് പേരിൽ പൊട്ടിത്തെറിക്കുന്നതും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കണ്ണുനീരിനേക്കാൾ വേദനയേക്കാൾ സർക്കാരിനെ കുറ്റപ്പെടുത്താനും സർക്കാരിനെ വെല്ലുവിളിക്കാനും ഈ അവസരം ജിജി ഉപയോഗിക്കുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തീർച്ചയാണ്. തൻ്റെ പിതാവ് എവിടെയെന്ന് ആശങ്കപ്പെടുന്ന ഒരു മകളുടെ ശബ്ദമല്ല, നേരെ മറിച്ച് തൻ്റെ പിതാവിൻ്റെ തിരോധാനത്തെക്കാൾ തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വീണ് കിട്ടിയ അവസരത്തെ ഓർത്തുള്ള മതിപ്പാണ് ഈ വാക്കുകളിൽ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വി ഡി സതീശനെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്ന ജിജി പിണറായി വിജയനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചത്? വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അയാൾ, നിങ്ങൾ എന്നൊക്കെയാണ്. നിങ്ങളെ അവിടെ ഇരുത്തിയത് ഞങ്ങളാണെങ്കിൽ പുറത്തിറക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെയുള്ള വെല്ലുവിളി ഉണ്ടല്ലോ, അതൊട്ടും ആദരണീയമായി തോന്നുന്നില്ല. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഐറ്റസ് കാർലോസ്, അദ്ദേഹം നിരന്തരമായി ഈ വിഷയത്തെക്കുറിച്ച് നടത്തുന്ന പ്രതികരണങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. 2 ദിവസം മുമ്പ് ഐറ്റസ് കാർലോസ് ആദ്യം ഇങ്ങനെ എഴുതി: ഈ പെൺകുട്ടി സംസാരിക്കുന്നത് സകല മാധ്യമങ്ങളുടെയും ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പെൺകുട്ടി യഥാർത്ഥ പ്രശ്നം നഷ്ടപ്പെട്ട അപ്പനെ തിരികെ കിട്ടുക എന്നുള്ളതല്ല, പകരം പ്രാദേശികമായി CPM ഇടപെടലിനെ തുടർന്ന് മാക്സിമം സർക്കാരിനെ നാറ്റിക്കുക എന്നതാണ്. അച്ഛനെ നഷ്ടപ്പെട്ട മകളുടെ വേദനയെ കുറച്ചു കാണിക്കുക എന്നുള്ളതല്ല എൻ്റെ പോസ്റ്റിൻ്റെ ലക്ഷ്യം. പക്ഷേ മകളുടെ പ്രതികരണത്തിൽ സംതിങ് റോങ് എന്ന് എനിക്ക് തോന്നിയത് തന്നെയാണ് ഈ പെട്ടെന്നുള്ള പ്രതികരണത്തിന് കാരണവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് പ്രാദേശിക CPMന്റെ ഇടപെടൽ കൊണ്ടുണ്ടായി എന്നതാണ്. എൻ്റെ അടിയുറച്ച വിശ്വാസം അതാണ്. എൻ്റെ വീട്ടിലും പഠിച്ച പെൺകുട്ടികളുണ്ട്, എൻ്റെ വീട്ടിലും നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടി പറയുന്നത് എല്ലാം ശരിയല്ല. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. പിണറായി സർക്കാർ അധികാരമൊഴിയുന്നതിന് ഏതാനും മാസങ്ങൾക്ക് തൊട്ടു മുമ്പ് എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ പണിക്ക് പോയ ബോട്ടിൽ നിന്ന് കടലിനുള്ളിൽ നഷ്ടപ്പെട്ട് എൻ്റെ ഭാര്യയുടെ വീട്ടിനടുത്തുള്ള ഒരു യുവാവിൻ്റെ ബോഡി ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അന്ന് ഭരിച്ച് പിണറായി സർക്കാരിനെതിരെ ആരെയും യുദ്ധം ചെയ്യാൻ പോയില്ല. കാരണം അവർക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകമുണ്ടായിരുന്നു. ആ സംഭവം വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടി പറയുന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു CPM സ്പോൺസേഡ് പ്രോഗ്രാം എന്ന് മാത്രമാണ്. കടലിൻ്റെ മകൾ എന്നുള്ള നിലയിൽ അപ്പനെ നഷ്ടപ്പെട്ട നൊമ്പരത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ദുഃഖത്തിൽ പങ്കുചേരുന്നു. പക്ഷേ ഇങ്ങനെ ഒരിക്കലും സ്വന്തം കുടുംബത്തിലെ ദുരന്തത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു ചട്ടുകമായി ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കല്ലേ പൊന്നുമോളെ. സ്നേഹപൂർവ്വം ഐറ്റസ് കാർലോസ്. ഐറ്റസ് രണ്ടാമത് ഇങ്ങനെ എഴുതി: അല്പം സംസാരിക്കാൻ അറിയാമെന്ന് കരുതി എന്തും വിളിച്ചു കൂവരുത് എന്ന് ഈ സഹോദരിയോടും സഹോദരനോടും ഉപദേശം പോലെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഷോ കാണിച്ചാൽ ആദ്യമൊക്കെ ആളുകൾ കൈയടിക്കുമായിരിക്കും, പക്ഷെ ഓവറാക്കി ചളമാക്കിയാൽ ഇപ്പോൾ കൂടെ നിൽക്കുന്ന നാട്ടുകാർ പോലും ഒടുവിൽ കൈയൊഴിയും. പ്രിയപ്പെട്ട സഹോദരൻ, താങ്കൾ തന്നെ പറയുന്നുണ്ട് കടലിലെ രക്ഷാപ്രവർത്തനവും കരയിലെ രക്ഷാപ്രവർത്തനവും രണ്ടും രണ്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ബോധ്യം എന്തുകൊണ്ട് താങ്കളുടെ സഹോദരിക്കില്ല? കടൽ ആംബുലൻസ് കേടായിട്ട് വർഷങ്ങളായി. താങ്കളുടെ സഹോദരി അതിനെതിരെ എത്ര പ്രതിഷേധം ഇവിടെ നടത്തിയിട്ടുണ്ട്? അന്ധമായി സർക്കാരിനെ മാത്രം കുറ്റം പറയുമ്പോൾ തിരിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് സ്വാഭാവികമാണ്. ഓഖിക്ക് ശേഷം കടലിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പത്തിലാക്കാൻ വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് സഹോദരൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ബോധ്യം താങ്കളുടെ സഹോദരിക്ക് ഇല്ലാതെ പോയി? സഹോദരൻ സംസാരിക്കുന്നത് സ്വന്തം പപ്പയ്ക്ക് വേണ്ടി മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ ഭാവിക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ 10 വർഷം 150-ലേറെ മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായിട്ടുണ്ടെന്ന് സർക്കാർ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടു. ഈ സമയത്തൊക്കെ താങ്കളുടെ സഹോദരി എവിടെയായിരുന്നു? കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും താങ്കളുടെ പപ്പ കടലിൽ പോയി. അത് സർക്കാരിൻ്റെ കുഴപ്പമാണോ? ഇല്ലല്ലോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അല്ലെങ്കിൽ വൺ സൈഡ് മാത്രമായാൽ എങ്ങനെ ശരിയാകും? താങ്കളുടെ സഹോദരി ഒരു ദിവസം കുറഞ്ഞത് 10 ഇൻ്റർവ്യൂ എങ്കിലും ചാനലുകൾക്ക് മാറി മാറി കൊടുക്കുന്നുണ്ട്. അതിൽ സ്വന്തം പപ്പയെ കാണാത്ത വിഷമമല്ല മുന്നിട്ട് നിൽക്കുന്നത്. വെറും 2 മാസമായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കടലിൽ ആളുകളെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്ന ചോദ്യവും വിമർശനവും മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യം താങ്കൾക്കുള്ള അറിവ് സഹോദരിക്ക് കൂടി പകർന്നു നൽകുക. എന്നിട്ട് രാഷ്ട്രീയപരമായ കുറ്റപ്പെടുത്തലിലൂടെയല്ല, സ്വന്തം പിതാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് സഹോദരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. താങ്കളുടെ പപ്പയെ കണ്ടെത്താതെ ഇരിക്കാൻ മാത്രം താങ്കളുടെ പപ്പയുടെ ഈ സർക്കാരിനോ സർക്കാരിൻ്റെ ഭാഗമായി പാർട്ടിയുടെ അണികൾക്കോ യാതൊരു ശത്രുതയുമില്ല. അത് ദയവായി ആദ്യം മനസ്സിലാക്കുക. മാധ്യമങ്ങളുടെ ആവശ്യം റേറ്റിംഗ് കൂട്ടാനുള്ള ബ്രേക്കിംഗ് ന്യൂസ് മാത്രമാണ്. നിങ്ങൾ അരി എന്ന് പറയുമ്പോൾ അവർ പയർ എന്ന് ന്യൂസ് കാർഡ് കൊടുക്കും. അത് കാണുമ്പോൾ പ്രതികരിക്കുന്നത് ആ പയർ കണ്ടിട്ടാണ്, അല്ലാതെ നിങ്ങളോടുള്ള ഒരു ശത്രുതയും ഇവിടെ ആർക്കുമില്ല. അതുകൊണ്ട് ആദ്യം മാപ്രകളെ കുറച്ച് അകറ്റി നിർത്തുക. നിങ്ങളുടെ പിതാവിനെ കണ്ടെത്താൻ സർക്കാർ എല്ലാ സംവിധാനങ്ങളും കൂടി ശ്രമിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൻ്റെ പ്രാർത്ഥനയുമുണ്ട്. നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നു. അതേസമയം
സഹോദരിയുടെ അപക്വമായ പ്രതികരണം നിർത്തേണ്ടതുണ്ട്. അത് നിരന്തരമായി തുടർന്നുകൊണ്ട് സഹോദരിയുടെ വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പൊതുസമൂഹത്തിലുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതും സാധിക്കുമെങ്കിൽ സൗമ്യമായി ഇടപെടലുകൾ നടത്തി കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുക. കുട്ടികളായ നിങ്ങൾക്ക് നല്ല ഭാവി നേരുന്നു. ഐറ്റസ് ഇന്നലെ ഇങ്ങനെ ഒരു പോസ്റ്റ് കൂടി എഴുതി. ചിത്രം 1. ഇന്ന് രാവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി, സ്ഥലം MLA ആയ അഡ്വക്കേറ്റ് വിൻസെന്റും കൂടി കടലിൽ കാണാതായ ജോണിന്റെ കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ ആ മകളുടെ മുഖഭാവം ഒന്ന് നോക്കുക. ദുഃഖം, രോഷം, രൗദ്രം എല്ലാം ഉണ്ട്. പ്രതികരണങ്ങളും വളരെ സീരിയസ് ആയിരുന്നു. പോരാത്തതിന് ഇക്കഴിഞ്ഞ എല്ലാ ദിവസവും ചാനലുകൾ തോറും മുഖ്യമന്ത്രി മാപ്പ് പറയണം, മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകണം എന്നൊക്കെയായിരുന്നു ആ മോളുടെ പ്രതികരണങ്ങൾ. ചിത്രം 2. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയൻ ജോണിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോഴുള്ള ചിത്രമാണ്. ഈ മകളുടെ മുഖത്ത് ദുഃഖമില്ല, സങ്കടമില്ല, രൗദ്രമില്ല, വികാര വിക്ഷോഭങ്ങളോ പരാതികളോ ഒന്നുമില്ല. എന്നാൽ ഒന്നുണ്ട്, മനസ്സ് നിറഞ്ഞ് സന്തോഷം കൊണ്ടുള്ള ചിരി. ഇന്ന് രാവിലെ കൊല്ലം നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തെ സന്ദർശിച്ച് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. കുടുംബത്തിലൊരു അംഗത്തെ നഷ്ടപ്പെട്ട നൊമ്പരത്തിൽ കഴിയുന്ന കുടുംബം അവരുടെ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളുമാണ് ഇത്തരം പ്രതികരണങ്ങളും പ്രകടമാക്കുന്നത്. അത് അവർ നടത്തിക്കോട്ടെ. അവൾ ഭരണകൂടത്തോടാണ് തങ്ങളുടെ പരാതികൾ പറയുന്നത്. അത് നമ്മൾ കേൾക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങളും ആ അർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ സങ്കടങ്ങളും പരാതികളും പരിഹരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഈ സർക്കാർ സ്വീകരിക്കും. നോക്കൂ, എത്ര മാന്യമായിട്ടും പക്വതയോടും കൂടിയാണ് ആ മകളുടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇനി വീണ്ടും നിങ്ങൾ ആ 2 ചിത്രങ്ങൾ നോക്കുക. ആ മകളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ശ്രദ്ധിച്ചു നോക്കുക. കാണേണ്ടവരെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ഉള്ളു തുറന്നു ചിരിക്കാൻ കഴിയുന്നു. എന്നാൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുമ്പോൾ അതിരൂക്ഷമായ ഭാഷയും ബോഡി ലാംഗ്വേജും. ഇനി പറയൂ, ആ കുട്ടിയുടെ പ്രതികരണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് ഇനിയും വിശ്വസിക്കുന്നുണ്ടോ? ആ കുട്ടി ഇത്രയും നാൾ ചാനലുകളിൽ പറഞ്ഞത് മുഴുവൻ പരാതികളും യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട 2ാമത്തെ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയോടാണ്. അദ്ദേഹമായിരുന്നു ഓക്കി വന്നപ്പോഴും ഇക്കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വരെയും നമ്മുടെ മുഖ്യമന്ത്രി. കഴിഞ്ഞ 10 വർഷങ്ങൾ നമ്മളെ ഭരിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും മത്സ്യത്തൊഴിലാളികൾ അപകടത്തിലാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്തു വെച്ചതെന്ന് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ട വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. സ്നേഹത്തോടുകൂടി ജിജി ജോൺ എന്ന ഈ പെൺകുട്ടിയോട് പറയട്ടെ, പിതാവിൻ്റെ തിരോധാനത്തെക്കാൾ സങ്കുചിത രാഷ്ട്രീയം എടുത്തു വയ്ക്കുമ്പോൾ കൈയടിക്കാൻ കുറച്ചുപേരുണ്ടാവും. പക്ഷേ കൂടെ നിൽക്കുന്നവരുടെ പോലും പിന്തുണ പതിയെ നഷ്ടപ്പെടുമ്പോൾ പിന്നെ വിലപിച്ചിട്ടും നെഞ്ചത്തടിച്ചിട്ടും കാര്യമില്ല എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുക.